അറിഞ്ഞോ സീസൺ 7 തുടങ്ങാൻ പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പഴയ കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി സീസൺ 1 മുതൽ സീസൺ 6 വരെയുള്ള എല്ലാവരും കൂടി ഒരു ഇഞ്ചോടിഞ്ച് മത്സരത്തിന് തയ്യാറാവുകയാണ്. ആരൊക്കെയാണ് തയ്യാറാവുന്നത്? എന്താണ് മത്സരം? എവിടെ വെച്ചാണ്? എന്നാണ്? നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? നമുക്ക് പോകാൻ പറ്റുമോ? ഫ്രീ ആണോ? പൈസ കൊടുക്കണോ? എല്ലാ വിവരങ്ങളും പറയാം. ഒരു അൾട്ടിമേറ്റ് പോലെയൊക്കെയാണ് എൻ്റെ മനസ്സിൽ പറയുന്നത് കേട്ടോ. എന്താണ് സംഭവം എന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? പറയാം. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോട് മുന്നേ തന്നെ 2024 ബിഗ് ബോസ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ബിഗ് ബോസിലെ 1 മുതൽ 6 വരെയുള്ള കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു അസോസിയേഷൻ തുടങ്ങിയിട്ടുണ്ട്. ABC, ഓൾ കേരള ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് അസോസിയേഷൻ, അങ്ങനെയാണെന്ന് തോന്നുന്നു പേര്. അപ്പം ആ അസോസിയേഷന്റെ ഭാഗമായിട്ട് ഒത്തിരി മിനി സീരീസുകളും അല്ലെങ്കിൽ വെബ് സീരീസുകളും മൂവീസും ഷോർട്ട് ഫിലിംസും ഒക്കെ വരും എന്ന് മുന്നേ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു ക്രിക്കറ്റ് മത്സരം നടത്താൻ പോവുകയാണ്. സീസൺ 1 മുതൽ സീസൺ 6 വരെയുള്ള കണ്ടസ്റ്റൻസ് തമ്മിലാണ് ഈ ക്രിക്കറ്റ് മത്സരം നടത്താൻ പോകുന്നത്. കൊച്ചിയിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. ഇതുവരെയും എവിടെയാണ് സ്റ്റേജ് എന്നുള്ളതിന് എനിക്ക് ഒരു വിവരം കിട്ടിയിട്ടില്ല. അല്ല, സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് സ്റ്റേഡിയം എന്നുള്ളതിന് എനിക്ക് ഇതുവരെ ഒരു അറിവ് കിട്ടിയിട്ടില്ല. പക്ഷേ 27-ാം തീയതി, ഏപ്രിൽ 27-ാം തീയതിയാണ് അത് നടക്കാൻ പോകുന്നത്. ഞാൻ എന്തായാലും പോകുന്നുണ്ട് കാണാൻ. എനിക്ക് കാണണം എന്താണെന്നുള്ളത്, എനിക്ക് നേരിട്ട് കാണണം. പിന്നെ എൻട്രി ഒക്കെ ഫ്രീ ആണെന്ന് കേൾക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ അറിയില്ല. എൻട്രി ഒക്കെ നമുക്ക് നോക്കാം. ഇനി ആരൊക്കെയാണ്, അതായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. സീസൺ 1 മുതൽ 6 വരെ ഉണ്ടെന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് കളിക്കുന്ന വരുന്നത്? ഇവർ തമ്മിൽ എടാ നീ 6 അടിച്ചല്ലേ, കാണിച്ചു തരാം. ഓ നീ 4 അടിച്ചല്ലേ, നീ എന്നെ ഔട്ട് ആക്കിയല്ലേ, കാണിച്ചു തരാവിടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. നോക്കാം അന്ന് അങ്ങനെ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം. എന്തായാലും ആരൊക്കെയാണ് മത്സരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം പറയാം. നിലവിൽ ഈ നിമിഷം വരെ മത്സരിക്കാൻ പോകുന്നവരുടെ ലിസ്റ്റാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്നും ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന ലിസ്റ്റിൽ നിന്ന് ഒരിക്കലും കുറയില്ല. ഇത് കൂടാം, ഇത് ഇന്ന് കുറയത്തില്ല. കാരണം മത്സരിക്കാൻ വരും എന്ന് ഉറപ്പുള്ള കൺഫേംഡ് ആയിട്ടുള്ള മത്സരാർത്ഥികളുടെ പേരാണ് ഞാൻ പറയുന്നത്. സീസൺ 1 നിന്നും ദിയാസന, അഞ്ജലി അമീർ, അരിസ്റ്റോ സുരേഷ്, ഷിയാസ് കരീം, അതിഥി റായി, രഞ്ജിനി ഹരിദാസ്, സാബുമോൻ, 7 പേരുണ്ട് സീസൺ 1 നിന്ന്. അയ്യോ, എനിക്ക് അതിനകത്ത് ദിയാസനയും രഞ്ജിനി ഹരിദാസും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. കാരണം അവരുടെ 2 പേരുടെയും കൂടെ വീണ്ടും ഒരു കോംബോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. രഞ്ജിനി വരുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. അടുത്ത് സീസൺ 2 നിന്നും പാഷാണം ഷാജി, പ്രദീപ് ചന്ദ്രൻ, രഘു, സുരേഷ് കൃഷ്ണൻ, ആര്യ, തസ്നി ഖാൻ, ഫുക്രു, ഇവർ 7 പേരുമാണ് ഉള്ളതെന്ന് അറിഞ്ഞു. ഇനി വരാൻ കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ലിസ്റ്റിൽ ഇപ്പോൾ ഉള്ളവരാണ് നിലവിൽ അറ്റ് പ്രസന്റ് ഉള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലിസ്റ്റ്. ഇത് കൂടാം, കുറയില്ല. സീസൺ 2 നിന്ന് എനിക്ക് അങ്ങനെ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. എന്നാലും ആര്യം ഫുക്രു ഒക്കെ വരുന്നുണ്ടല്ലോ, അത് എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉള്ള സംഭവം തന്നെയാണ്. അടുത്ത സീസൺ 3 DFK, നമ്മുടെ ഫിറോസ് ഖാൻ, സന്ധ്യ മനോജ്, രമ്യ പണിക്കർ, നോബി, സൂര്യ ജെ മേനോൻ, അഡോണി, ഇവർ ഇത്രയാണ് വരുന്നതെന്ന് അറിയുന്നു. എല്ലാവരുടെയും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഫിറോസ് ആയാലും, സന്ധ്യ ആയാലും, രമ്യ ആയാലും, നോബി ആയാലും, സൂര്യ ആയാലും, അഡോണി ആയാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി അടുത്ത് സീസൺ 4, എല്ലാവരും നോക്കുന്ന സീസൺ 4 നിന്ന് ആരൊക്കെ ഉണ്ടാവുന്നതാണ്. ഇപ്പൊ 8 പേരുടെ പേരാണ് അറിയാൻ പറ്റുന്നത്. 8 പേരല്ല, 7 പേരുടെ പേര്. 1 ബ്ലസ്ലി, 2 നവീൻ അറക്കൽ, 3 അശ്വിൻ വിജയ്, 4 ജാനകി സുധീർ, 5 സുചിത്ര നായർ, 6 സൂരജ്, 7 ഡോക്ടർ റോബിൻ. അതെ, ഇവർ 7 പേരുമാണ് മത്സരിക്കാൻ വരുന്നത്. റിയാസും ലക്ഷ്മി പ്രിയൊക്കെ നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, വന്നിട്ടില്ല അവരെന്ന്. ചിലപ്പോൾ ഇനി വന്നേക്കാം, പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇനി അടുത്ത സീസൺ 5 നിന്നും 7 പേരാണുള്ളത്. വിഷ്ണു ജോഷി, ഓമർ ലുലു, മനീഷ, നമ്മുടെ ഗോപിക, ശോഭ വിശ്വനാഥ്, നാദിറ, ഹനാൻ, ഇവർ 7 പേരുമാണ് ഉള്ളത്. എന്തായാലും അത് ഞാൻ എല്ലാവരുടെയും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ. സീസൺ 5. അടുത്ത സീസൺ 6 ഇപ്പൊ കഴിഞ്ഞിറങ്ങിയല്ലേ ഉള്ളൂ. അതിൽ നിന്ന് 9 പേരാണ് നിലവിൽ ഉള്ളത്. റസ്മിൻ എന്തായാലും ഉണ്ടാവുമല്ലോ, റസ്മിൻ ഉണ്ട്. പിന്നെ നിഷാന, സായി ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയായിരിക്കും. അപ്സര, നന്ദന, ജിൻഡോ, സിബിൻ, സിജോ, അഭിഷേക്, ജയദീപ്, ഇവർ ഇത്രയാണ് ഉള്ളതെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് ഇപ്പോൾ നിലവിൽ. ഇതിന് കൂടാം കേട്ടോ, ഇതിനിപ്പോൾ കൂടാം. അപ്പം അങ്ങനെയാണ്
ഇപ്പോൾ അറിയുന്ന വിവരങ്ങൾ. എന്തായാലും ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം നമ്മളിങ്ങനെ അൾട്ടിമേറ്റ് സീസൺ എപ്പോഴെങ്കിലും നമുക്ക് ഉണ്ടാകും. കാരണം ഇവരൊക്കെ ചേർന്ന് നമ്മുടെ സീസൺ 1 രഞ്ജിനിയും, സീസൺ 2 ആര്യയും, സീസൺ 3 DFKയും, സീസൺ 4 റോബിനോ, റിയാസോ, സീസൺ 5 വിഷ്ണുവും ശോഭയോ, സീസൺ 6 സിജോയും അല്ലെങ്കിൽ അഭിഷേകും ഒക്കെ ആയിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ, ആ ഒരു ഏറ്റുമുട്ടൽ കാണാൻ ഭയങ്കരമായിട്ട് കാത്തിരുന്നവരാണ് നമ്മൾ. അപ്പം അതിൻ്റെ ഒരു മിനി വെർഷൻ ഒരു ദിവസത്തേക്കെങ്കിലും കുറഞ്ഞത് 2-3 മണിക്കൂറെങ്കിലും നമുക്കിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സാധനം കിട്ടുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഞാൻ എന്തായാലും കാണാൻ പോകുന്നുണ്ട്. നിങ്ങൾ കാണാൻ പോകുന്നുണ്ടോ? കാണാൻ പോയിട്ട് കാര്യമുണ്ടോ? കൊച്ചിയിലുള്ളവർക്കൊക്കെ വേഗം നടക്കുമെന്ന് തോന്നുന്നു. ഇതുവരെയും ഫൈനൽ സ്റ്റേഡിയം ഫിക്സ് ആയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഡേറ്റ് ഏപ്രിൽ 27 എന്തായാലും സീസൺ 7 തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റും. ഈ സംഭവം നല്ല രസമായിരിക്കും തോന്നുന്നു. പിന്നെ ഇതിനി ടെലികാസ്റ്റിംഗ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഇത് ഇതുവരെയും അവർ ജസ്റ്റ് ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കളി അത്ര മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അറിഞ്ഞത് അങ്ങനെയാണ്. പിന്നെ ഇതിനകത്ത് ഈ പറയുന്ന പോലെയുള്ള ലൈവ് വിഷ്വൽസോ അല്ലെങ്കിൽ ലൈവും അങ്ങനെ സംഭവങ്ങളൊന്നും ഫിക്സ് ആയിട്ടില്ല. ഇപ്പം അത് ഏതെങ്കിലും യൂട്യൂബ് ചാനൽസ്, ചിലപ്പം വലിയ വലിയ ഇൻ്റർവ്യൂ എടുക്കുന്ന ചാനൽസൊക്കെ ഇനി അത് വന്ന് ഇതെടുത്തോണ്ട് പോകാനും റൈറ്റ്സ് ഉണ്ടല്ലോ ആ നമ്മുടെ ചാനലിലൂടെ ടെലികാസ്റ്റ് ചെയ്യുക. സ്പോൺസേഴ്സ് ഇതുവരെ ആരും ആയിട്ടൊന്നുമില്ല. സ്പോൺസേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുമായിരിക്കും. അത് കുറച്ചും കൂടി ഒരു നല്ല പണിയായിരിക്കും. കാരണം അവർക്കും അങ്ങനെയും കാശ് കിട്ടും, അതുകൊണ്ട് നമുക്കും ഒന്ന് എൻജോയ്മെൻ്റ് ആകും. അപ്പം മൊത്തം എല്ലാ രീതിയിലും അതൊരു പ്രോഫിറ്റായിട്ട് മാറും. അങ്ങനെ വന്നിരുന്നെങ്കിൽ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നേനെ. എന്തായാലും അറിയില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. 27 എന്തായാലും നമുക്ക് 2-1 അറിയാം. ഇനിയും ഇതിനകത്ത് ആൾക്കാർ കൂടി വരും. കാരണം ഇത്രയും പേരാണ് ഇപ്പം നിലവിൽ ഓക്കെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓക്കെയാണ്, നമ്മൾ ഈ ഡേറ്റിന് വരാം, നമ്മൾ കളിക്കാം എന്ന് പറഞ്ഞ് തയ്യാറായി നിൽക്കുന്ന ഇത്രയും പേരാണ്. ഇതിൽ കൂടും, ഇനി ഇതിൽ നിന്ന് കുറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും സീസൺ 1 ഈസ് ഓൾവേസ് ജെം. ആ ജെമ്മുകൾ തമ്മിൽ പോരാടുന്നത് കാണാൻ ഐ ആം ഓൾവേസ് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. സോ അതാണ് പറയാനുള്ളത്. അപ്പോൾ ബിഗ് ബോസിൻ്റെ ബാക്കി ഫർദർ അപ്ഡേറ്റുകൾ, സീസൺ 7 അപ്ഡേറ്റുകളൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. നമ്മൾ 2-3 ദിവസം മുന്നേ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ അപ്ഡേറ്റുകൾ വീതം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അറിയുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒരു കാര്യം ഉണ്ട്, അത് ഞാൻ പറയാം. പക്ഷെ അതിപ്പോൾ പറയാനുള്ള ഒരു സമയത്തില്ല. അതെന്തെങ്കിലും ഒരു തീരുമാനം ആയതിനു ശേഷം ഞാൻ പറയാം. ഓഡീഷനൊക്കെ അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആരുടെ ഓഡീഷനാണ് നടക്കുന്നത്, ഏത് ലെവലാണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വഴിയെ നിങ്ങളെ അറിയിക്കാം. ഞാൻ അറിയുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഇനി ആരൊക്കെ വരണം, ഈ ക്രിക്കറ്റ് കളിയിൽ ആരൊക്കെ വരണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം? അത് നിങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ എക്സൈറ്റ്മെൻ്റ് ഉണ്ടോ ഇങ്ങനെ ഒരു ക്രിക്കറ്റ് കളി? കുറേ നാളായല്ലോ ബിഗ് ബോസ് നടന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചുമ്മാ അവിടെ ചത്തിരിക്കും. ഇപ്പോഴാണ് അതൊന്ന് ഉണർന്ന് വീണ്ടും വന്നത്. ഇതൊക്കെ കാണാൻ നിങ്ങൾ എത്രത്തോളം എക്സൈറ്റ്മെൻ്റ് ആണ്, എത്രത്തോളം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റും റിവ്യൂവും ഒക്കെ ആയിട്ട് വരാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ, അടുത്ത വിശേഷമായിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.